സത്യവിശ്വാസിനികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മാസവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ മാസവുമായി ബന്ധപ്പെട്ട് അവൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടോ, എന്തെങ്കിലും വിലക്ക് ഏർപ്പെടുത്തിയ വിശേഷങ്ങളുണ്ടോ എന്നിങ്ങനെ 12 മാസങ്ങൾ, അള്ളാഹു സൃഷ്ടിച്ച 12 മാസത്തെക്കുറിച്ചും ആ ഓരോ മാസത്തിലും നമ്മൾ ചെയ്യേണ്ടതെന്ത്, അതല്ലെങ്കിൽ ചില മാസത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നിങ്ങനെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റബീഉൽ അവ്വൽ എന്ന ഒരു മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, റബീഉൽ അവ്വൽ എന്നത് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾ 2 ചേരികളിലായി തിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ, റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ മാസമായി കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ആദ്യത്തെ ദിവസം മുതൽ തന്നെ അവർ ആരംഭിക്കുന്നത്. എന്നാൽ മറുവിഭാഗം ആളുകൾ പറയുന്നത്, ഈ പറയുന്ന ആഘോഷം എന്നത് അത് ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്തതാണ്, അത് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്, അതുകൊണ്ട് ആഘോഷങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്നാണ് മറുവിഭാഗം പറയുന്നത്. എന്നാൽ ഈ 2 വിഭാഗങ്ങളും യോജിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, 2 കൂട്ടരും പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് 2 വിഭാഗം ആളുകളും പറയുന്നത്. പക്ഷേ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് ഈ ആഘോഷം വേണോ വേണ്ടേ എന്നുള്ളിടത്താണ്. അവിടെയാണ് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കൃത്യമായ മാനദണ്ഡം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. വ ഉലുൽ അംരി മിൻകും, വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ കൈകാര്യ കർത്തൃത്വം ഏറ്റെടുത്ത ആളുകളുണ്ട്, അവരെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, എന്നാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് മടക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിലേക്കാണ് മടക്കേണ്ടത്. എന്നിട്ടോ വർ റസൂൽ, റസൂലിലേക്ക് മടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിലേക്ക്, നബിയുടെ സുന്നത്തിലേക്കാണ് മടക്കേണ്ടത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഈമാനുള്ള ആളുകളാണെങ്കിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ മടക്കേണ്ടത് എന്നാണ്. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ എന്താണ് നമ്മൾ എടുക്കേണ്ട നിലപാട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ പരിഗണന നമ്മൾ നൽകേണ്ടത് വിശുദ്ധ ഖുർആനിനാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് 4 അശ്ഹുർ, 4 മാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് അത് പവിത്രമായ മാസം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മാസത്തിൽ റബീഉൽ അവ്വൽ പ്രതിപാദിച്ചിട്ടില്ല. എന്നാൽ മറ്റൊരിടത്ത് റമദാനിന്റെ ശ്രേഷ്ഠത, റമദാനിന്റെ പോരിശ, റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മതവിധികൾ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ 5 മാസത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദനം വന്നിട്ടുള്ളത്. ഖുർആനിൽ എവിടെയും റബീഉൽ അവ്വലിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പോലും ഇതിന് തെളിവായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിന് തെളിവുണ്ട് എന്ന നിലക്ക് ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നുകിൽ ദുർവ്യാഖ്യാനമാണ്, അതല്ലെങ്കിൽ
ഇല്ലാ കഥകൾ ആ ആയത്തുമായി ചേർത്ത് വെച്ച് ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കലാണ്. വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നത് തീർച്ചയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അങ്ങനെ ആയത്തുണ്ട് എന്ന് ആരെങ്കിലും വന്ന് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആയത്ത് പരിശോധിച്ചാൽ, ആ ആയത്തിന്റെ അർത്ഥം എടുത്തൊന്ന് വായിച്ചാൽ അതിന്റെ പ്രകടമായ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതും റസൂലിന്റെ ജന്മദിനാഘോഷവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്. ഇനി ഹദീസിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ, റസൂലിന്റെ സുന്നത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിൽ ഒരു അധ്യായം പോലും വേണ്ട, ഒരു ഹദീസ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ ഇത് നടത്തുന്ന ആളുകൾ, ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് ലൈലത്തുൽ ഖദ്റിനേക്കാളും 2 പെരുന്നാളിനേക്കാളും ശ്രേഷ്ഠത നിറഞ്ഞ ആഘോഷമാണ് ഇത് എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ, 2 പെരുന്നാളിനെ കുറിച്ച്, ആ പെരുന്നാളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പെരുന്നാളിനാണ് ഭക്ഷണം കഴിച്ചു പോകേണ്ടത്, ഏത് പെരുന്നാളിനാണ് ഭക്ഷണം കഴിക്കാതെ പോകേണ്ടത്, പെരുന്നാളിന്റെ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ, നിസ്കാരം കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് റൂട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെ ആ പെരുന്നാളിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മതവിധികൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ എവിടെയാണ് റബീഉൽ അവ്വലിനെ കുറിച്ച് ഇന്നതാണ് റബീഉൽ അവ്വലിൽ ചെയ്യേണ്ടത് എന്ന ഒരു സംഭവം പോലും, ഒരു ഹദീസ് പോലും ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ വയസ്സ് മുതൽ 63ാമത്തെ വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ അധ്യാപനങ്ങളിലൂടെ സ്വഹാബത്തും റസൂലും സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും കൽപ്പിക്കാതെ പോയിട്ടില്ല. അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാം എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, എല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട്. ദീനായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം പരിപൂർണമായ നിലക്ക് റസൂലെ താങ്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സഹാബാക്കൾ അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. സഹാബാക്കൾ അത് സത്യപ്പെടുത്തുകയാണ്. അവിടെയാണ് ആ റസൂലിന്റെ 40ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ജീവിത കാലയളവിൽ ഒരു നബിദിനാഘോഷം പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്ന്. ഇങ്ങനൊരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നബി അത് ചെയ്തിട്ടില്ല, നബിയുടെ കാലത്ത് അതുണ്ടായിട്ടില്ല, വിശുദ്ധ ഖുർആനിലില്ല, ഹദീസിലില്ല എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ തിരിച്ചു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ പറയുന്നത് അങ്ങനൊക്കെയാണ്, സംഭവം ശരിയാണ്, ഖുർആനിലില്ല, ഹദീസിലില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നതൊക്കെ ശരിയാണ്, പക്ഷേ വിശുദ്ധ ഖുർആനിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. നബിദിനാഘോഷം സംഘടിപ്പിക്കാൻ പാടില്ല, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചില ആളുകൾ തിരിച്ചു ചോദിക്കാറുള്ളത്. അവരോട് നമുക്ക് തിരിച്ചൊരു ചോദ്യം എന്നോണം ചോദിക്കാറുള്ളത്, ഷിയാക്കൾ നടത്തുന്ന കർബല എന്ന് പറയുന്ന ആഘോഷം, ആ ആഘോഷം വിശുദ്ധ ഖുർആനിൽ പാടില്ല എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരായത്ത് നമുക്ക് ഓതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഹദീസ് ഉണ്ടോ? ഹദീസിൽ എവിടെയെങ്കിലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അത് മാത്രമല്ല, ഒരാൾ 5 വഖത്ത് നിസ്കാരം എന്നതിന് പകരം 6 വഖത്ത് നിസ്കരിക്കുന്നു. എന്നിട്ട് ആ നിസ്കരിക്കുന്ന വ്യക്തിയോട് നമ്മൾ ചോദിച്ചു, 5 വഖത്തല്ലേ നിസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ്, 6 വഖത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ? അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുക, എന്നിട്ട് ആ വിദ്യാർത്ഥിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കണമെന്ന് പറയുന്നത് എത്ര അബദ്ധമാണ്. അങ്ങനെയെങ്കിൽ ദീനിൽ എന്തൊക്കെ കടത്തിക്കൂട്ടാം. 3 വഖത്ത് മഗ്രിബ് നിസ്കരിക്കേണ്ട 3 റക്അത്ത് മഗ്രിബ് നിസ്കരിക്കേണ്ടിടത്ത് ഒരാൾ 4ഉം 5ഉം നിസ്കരിച്ചിട്ട് ഖുർആനിൽ 4ഉം 5ഉം നിസ്കരിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അബദ്ധജടിലമായ ജഹിലാണ്, അറിവില്ലായ്മയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന. ദീനിൽ ഒരു ഇബാദത്ത് സ്ഥിരപ്പെടണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ പ്രതിപാദിക്കണം. അങ്ങനെ പ്രതിപാദിക്കാത്തിടത്തോളം കാലം അതൊരു ഇബാദത്തായി പരിഗണിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന. സ്വഹാബത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾ,
ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ജനത സഹാബത്താണ്. അത്ഭുതപ്പെടുത്തുന്ന ചരിത്രങ്ങൾ, നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള ജീവിതങ്ങളാണ് സഹാബാക്കൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. സഹാബത്തിന്റെ 4 ഖുലഫാഉർ റാഷിദുകളുടെ 30 വർഷത്തോളം വരുന്ന ഖിലാഫത്ത്, ആ ഖിലാഫത്തിൽ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ കുറച്ചു കാലം മാത്രമാണ് ഭരണം നടത്തിയത്. എന്നാൽ അതിനുശേഷം വരുന്ന ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ അജ്മഈൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലഘട്ടത്തിൽ ഇസ്ലാം പല പ്രദേശങ്ങൾക്കും എത്തുന്നു, റോമ കീഴടക്കുന്നു, പേർഷ്യ കീഴടക്കുന്നു, സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു നബിദിനാഘോഷം പോലും അവർ നടത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? സഹാബാക്കൾ റസൂലിനെ സ്നേഹിച്ചിട്ടില്ല, സഹാബാക്കൾക്ക് സുന്നത്ത് മനസ്സിലായിട്ടില്ല എന്നാർക്കെങ്കിലും പറയാൻ സാധിക്കുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് ചിന്തിക്കുക, സഹാബത്തിന് പരിചയമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇനി സഹാബത്തിന് ശേഷമുള്ള താബിഈങ്ങൾക്കും പരിചയമില്ല. അതിനുശേഷമുള്ള 4 മദ്ഹബിന്റെ ഇമാമുമാർ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, ഇമാം മാലികി റഹിമഹുല്ലാ, ഈ പറയുന്ന 4 മദ്ഹബിലെ ഒരു ഇമാമ് പോലും, 4 മദ്ഹബിലെ ഒരു ഇമാമ് പോലും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്താണോ ദീന്, അതാണ് ഇന്നും ദീനായി നിലനിൽക്കേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഞാൻ നിസ്കരിച്ചതുപോലെയാണ് എന്നാണ്. നിങ്ങളുടെ നിസ്കാരം എന്റെ നിസ്കാരത്തോടാണ് യോജിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ റസൂൽ ആ 23 വർഷം കൊണ്ട് ദീനായി നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദീനായി ആചരിക്കേണ്ടത് എന്നാണ്. അതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, അതിൽ നിന്നൊന്നും വെട്ടിമാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. എന്താണ് തെളിവ്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ദീനിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ദീൻ പൂർണ്ണമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമായ ദീനിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കപ്പെടേണ്ടതില്ല എന്ന ശുദ്ധമായ പാലിലേക്ക്, ഒരു ഗ്ലാസ് പാലിലേക്ക് വീണ്ടും പാല് ചേർത്ത് കഴിഞ്ഞാൽ ആ പാല് പുറത്താണ്, അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്തിന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല, അത് ദീനിന്റെ പുറത്താണ്. എല്ലാ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിന്മയായി രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. അത് മാത്രമല്ല, ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൗദുൽ കൗസറിൽ നിന്ന് അവന് വെള്ളം കുടിക്കാൻ അനുമതി ലഭിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഖുർആനിൽ എന്താണോ പറഞ്ഞത്, റസൂൽ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസിലൂടെ എന്താണ് നമുക്ക് പഠിപ്പിച്ചത്, സഹാബാക്കൾ എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചു തന്നത്, അതുപോലെയാണ് റസൂലിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാകും. ഒന്ന് ആഘോഷിച്ച വിഭാഗം ആളുകളും ആഘോഷിക്കാത്ത വിഭാഗം ആളുകളും. ആഘോഷിക്കാത്ത വിഭാഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലാണ് സഹാബാക്കൾ ഉണ്ടാവുക. അതുകൊണ്ട് സഹാബാക്കളുടെ കൂടെയാണോ നമുക്ക് നിലകൊള്ളേണ്ടത്? അതല്ലാതെ ആഘോഷിച്ച് നാടോടുന്നതിനനുസരിച്ച് അതിന്റെ പിറകെ ഓടിക്കൊണ്ട് അവരുടെ പിന്നാലെ കൂടി നമ്മുടെ എല്ലാ നഷ്ടങ്ങളും നമ്മൾ വാരിക്കൂട്ടണോ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ദിവസം മുതൽ മൗലിദ് പാരായണം ആരംഭിക്കുകയാണ്. മങ്കൂസ് മൗലിദും ശറഫുൽ അനാം മൗലിദും ബുർദയുമെല്ലാം ഇതിന്റെ തുടരെയായി കൊണ്ട് ആരംഭിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെല്ലാം ഇവർ പറയുന്നത്? റസൂലിനെ നമ്മൾ പുകഴ്ത്തുകയാണ്. ഈ മൗലിദിലൂടെ എല്ലാം റസൂലിനെ നമ്മൾ വാനോളം പുകഴ്ത്തുകയാണ്, റസൂലിന്റെ വിശേഷണങ്ങൾ പറയുകയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല, അതിലുള്ളതെല്ലാം നല്ലതാണ്, അത് പാടി പറയേണ്ടതാണ്, എല്ലാ വീടുകളിലും ചൊല്ലേണ്ടതാണ് എന്നിങ്ങനെ സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ എന്താണ് അതിലുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അതിന്റെ ഒന്നാമത്തെ വരി മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വരി തന്നെ ആരംഭിക്കുന്നത്. അതിലെ ഒന്നാമത്തെ വരി
ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മംബൂസ് മൗലിദിന്റെ ആരംഭം തന്നെ. ആ ഹദീസ് ദുർബലമെന്നല്ല, മൗദൂഅ, കെട്ടിച്ചമച്ച ഹദീസ. അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്റെ മേൽ ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഫല്യതബവ്വ മഖഅദഹു, അവൻ അവന്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന, അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആരംഭം തന്നെ കളവ് കൊണ്ടാണ് എന്ന്. ഇനി അതിന്റെ ഉള്ളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിലുള്ളത്? അതിലെ 2 വരി, യാ സയ്യിദ സാദാതി ജിത്തുക ഖാസിദ അർജു ഹിമാക ഫലാ തുബയ്യിബ് മഖ്സദ ഫഖദ് ഹല്ല ബി മാ ഖദ് അലിമ മിനൽ അദാ വദ്ദുൽമു വദ്ദഅഫു ശദീദുൻ ഫഅസ്ഇദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓ നേതാക്കന്മാരുടെ നേതാവേ, എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, എനിക്ക് ദുഃഖം ബാധിച്ചിട്ടുണ്ട്, താങ്കളല്ലാതെ ഒരാളും എനിക്കില്ല സഹായത്തിനായി, അതുകൊണ്ട് എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം എന്നാണ് ആ വരിയുടെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദത് ലാക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ എനിക്കുണ്ട്, എണ്ണമറ്റ തെറ്റുകളുടെ കൂമ്പാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. റസൂലേ, എനിക്ക് എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. നബിയോട് പോയിട്ട് സങ്കടം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് പ്രയാസങ്ങൾ പറയുന്നു, നബിയോട് പോയി പാപമോചനം തേടുന്നു. ഇതാണ് മൗലിദ് പഠിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്? അതിന്റെ നേർ വിപരീതമായി കൊണ്ട് ഖുർആൻ പറയുന്നത് സൂറത്തുൽ അഅറാഫിലെ 188ാമത്തെ ആയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചേർത്ത് വെക്കണം. ഈ പറയുന്ന വരികൾ നമ്മുടെ മനസ്സിലേക്കോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചൊല്ലുന്ന സമയത്ത് സൂറത്തുൽ അഅറാഫിലെ 188ാമത്തെ ആയത്ത് അവർക്ക് ഓതി കൊടുക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഖുൽ, നബിയെ താങ്കൾ അവിടെയുള്ള അറബികളോടും ജനങ്ങളോടുമായി പറയണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, ഞാൻ എൻ്റെ നഫ്സിന് യാതൊരു ഉപകാരവും ഉടമപ്പെടുത്തുന്നില്ല എന്ന്. എനിക്ക് തന്നെ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ എനിക്ക് സാധിക്കുകയില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഖൈറുകൾ ചെയ്യുമായിരുന്നു എന്ന റസൂലിന് തന്നെ സ്വന്തം നഫ്സിന് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന സൂറത്തു യൂനുസിലെ 107ാമത്തെ ആയത്ത്, വഇൻ യംസസ്കല്ലാഹു ബിദുർരി ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഖേദങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ഫലാ കാശിഫ, അത് നീക്കിക്കൊടുക്കുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, റസൂലേ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ അവരിൽ പങ്കു ചേർക്കുന്നില്ല എന്ന്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തത്, ശിർക്കിന്റെയും കുഫ്റിന്റെയും അവസ്ഥയിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ, ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തെ, ആ ബിംബത്തിൽ നിന്ന്, ആ ശിർക്കിൽ നിന്ന്, ആ നജസിൽ നിന്ന് അവരെ ശുദ്ധീകരിച്ച് തൗഹീദിലേക്ക് കൊണ്ടുവന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം തനിച്ച ജാഹിലിയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അന്ന് പ്രബോധനം ചെയ്തത്, അതേ പ്രബോധനം അല്ല, അതിനേക്കാളും കഠിനമായ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ശിർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ മാറ്റി നിർത്തി പ്രവാചകന്മാരെയും ആ പ്രവാചകന്റെ സ്ഥാനത്തേക്ക് ഔലിയാക്കന്മാരെയും ആ ഔലിയാക്കന്മാരുടെ സ്ഥാനത്തേക്ക് ഒരുപാട് കളവുകൾ പറയുന്ന സൂഫികളാണ് എന്ന് പറയുന്ന അവരുടെ ഉസ്താദുമാരെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ്. തീർന്നില്ല സഹോദരങ്ങളെ, എന്തൊക്കെ കളവുകളാണ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മറ്റു 2 വരികൾ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ, ഖിയാമത്ത് നാളിൽ എനിക്ക് ശഫാഅത്ത് നൽകണം റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനോട് പ്രാർത്ഥിക്കുകയാണ്. ശഫാഅത്തിന്റെ വിഷയത്തിൽ എന്താണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? സൂറത്തു യൂനുസിലെ 3ാമത്തെ ആയത്ത്, മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി, ഒരു ശുപാർശകരും ഇല്ല എന്ന, അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ഒരാൾക്കും ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ,
റഹ്മാനായ അല്ലാഹു അനുവാദം കൊടുത്താലല്ലാതെ ശഫാഅത്തിന് അന്ന് അനുമതിയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ശഫാഅത്ത് നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. റസൂലിനോട് ശഫാഅത്ത് സഹാബാക്കൾ ചോദിച്ചിട്ടില്ല. റസൂലിന്റെ വഫാത്തിന് ശേഷം ഖബറിന്റെ അടുക്കൽ പോയി സഹാബത്ത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ശഫാഅത്ത് സഹാബത്ത് ആരോടാണോ ചോദിച്ചത് ആ റബ്ബിനോടാണ് നമ്മൾ ശഫാഅത്ത് തേടേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ എന്താണോ ശഫാഅത്തിനെ കുറിച്ച് പറഞ്ഞത് അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്നാണ്. ഇനിയോ ഇവർ പറഞ്ഞ മറ്റു ചില കളവുകൾ വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നത് അതിന് നേർ വിപരീതമായി നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ഇത് ജനങ്ങൾ ചൊല്ലുന്നത് എന്ന്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ഒരു മനുഷ്യന് ഈ പറയുന്ന മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യാൻ ഒരു നിലക്കും സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ ഒന്ന് മറിച്ചു നോക്കണം, ഖുർആനിലേക്കൊന്ന് മടങ്ങണം, ഖുർആനിന്റെ ആശയ വിവർത്തനം നമ്മൾ വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൗഹീദിന്റെ മാധുര്യം നമുക്ക് ബോധ്യപ്പെടും. ഇതിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്. നൂഹ് നബി രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് സാധാരണ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പറയും അല്ലാഹു രക്ഷപ്പെടുത്തിയതാ, അല്ലാഹുവാണ് രക്ഷപ്പെടുത്തിയത്. സൂറത്തുൽ ഖമറിലെ 13-14 ആയത്തുകൾ, സൂറത്തുൽ ഹൂദിലെ 44-ാമത്തെ ആയത്ത്, ഇതെല്ലാം പഠിപ്പിക്കുന്നത് രക്ഷപ്പെടുത്തിയത് അല്ലാഹുവാണ് എന്ന്. എന്നാൽ മങ്കൂസ് മൗലിദിൽ പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. ആലോചിച്ചു നോക്കൂ, എത്ര കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട്, എത്ര നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉണ്ടായിട്ടും പറയുന്നത് നൂഹ് നബി ഇസ്തിഗാസ ചെയ്തു എന്ന, നൂഹ് നബി റസൂലിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന. എങ്ങനെയാണ് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്, തലച്ചോറുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്ന? വിശുദ്ധ ഖുർആനിന് നേർ വിപരീതം, വിശുദ്ധ ഖുർആനിന് നേർ വിപരീതമായി ക്രോസ് ചെയ്യുന്ന വരികളാണിത്. ഖുർആൻ ഓതിയ മനുഷ്യന് ഈ പറയുന്ന മൗലിദ് ഓതാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന്. തീർന്നോ സഹോദരങ്ങളെ? എന്നിട്ടോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് നമുക്കറിയാം. ആദം നബിയുടെ ചരിത്രം നമ്മൾ വായിച്ച ആളുകളാണ്. ആദം നബി അറിയാതെ ആദം നബിക്ക് ഒരു തെറ്റ് സംഭവിക്കുന്നു, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ആദം നബി പ്രാർത്ഥിക്കുന്നു, റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا لنكونن من الخاسرين. എന്നാൽ മൗലിദിൽ പറയുന്നത് ആദം നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തവസ്സുൽ ചെയ്തു എന്ന്. ആദം നബിയും റസൂലും തമ്മിലും എത്ര വ്യത്യാസമുണ്ട്, എത്ര നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. എന്നിട്ടും പറയുന്നത് ആദം നബി റസൂലിനോട് തവസ്സുൽ ചെയ്തു എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ആദം നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു എന്ന്. എന്നിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ കളവുകളുടെ ഘോഷയാത്രയാണ് അത്തരം മൗലിദ് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ മറവിൽ ഇല്ലാത്ത ശിർക്കൻ ആചാരങ്ങൾ, ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഖുർആനും സുന്നത്തും ആവർത്തിച്ച് തൗഹീദ് പറയുമ്പോൾ ജനങ്ങൾക്ക് എല്ലാ വിധേനയും ശിർക്കിന്റെ ആശയങ്ങൾ കടത്തിക്കൂട്ടാനാണ് ഈ പറയുന്ന വിഭാഗം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ട് ഇതിന്റെ അർത്ഥങ്ങൾ അറിയാതെ രാവിലെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞ് ഇത് ചൊല്ലുന്ന വീടുകളുണ്ട്. അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, ആരാണ് നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ പറയും അല്ലാഹുവാണ്. ആരാണ് ഇബ്രാഹിം നബിയെയും ആദം നബിയെയും എല്ലാം രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ പറയും അല്ലാഹുവാണ് എന്ന് പറയും. എന്നാൽ നിങ്ങളുടെ മൗലിദിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയൊക്കെയാണോ മൗലിദിൽ പറയുന്നത് എന്ന് അവർക്ക് തന്നെ അത്ഭുതം തോന്നും. അതുകൊണ്ട് ഒന്നും മറിച്ചു നോക്കൂ, ഒന്നും വേണ്ട, അവര് തന്നെ പരിഭാഷപ്പെടുത്തിയ പരിഭാഷകളുണ്ട്, അത് മറിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് സത്യം ബോധ്യപ്പെടും. തൗഹീദ് തിരിച്ചറിയും. അന്ധത ബാധിക്കാത്ത ആളുകൾക്ക് തൗഹീദിന്റെ മാധുര്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് റസൂലിനെ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ, റസൂലിനെ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ, റസൂലിന്റെ മദഹാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും റസൂലിൽ പങ്കു ചേർക്കുന്നത്, റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് റസൂലിന്റെ മദഹല്ല, മറിച്ച് റസൂലിനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്ന്, റസൂലിനോടുള്ള നിന്ദയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന്. അതുകൊണ്ട് മൗലിദ് കിതാബ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിലേക്കാണ് റസൂലിനെ ചേർത്തി പറയുന്നത് എന്ന്. അള്ളാഹുവിനുള്ള കഴിവുകളാണ് റസൂലിനുള്ളത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന വരികൾ. മൂന്നാമത്തേത് റസൂലിനോട് പാപമോചനം തേടുന്ന വരികൾ, റസൂലിനോട് ശുപാർശ തേടുന്ന വരികൾ. അഞ്ചാമത്തേത് റസൂലിന്റെ വിഷയത്തിൽ ഇല്ലാത്ത ഒരുപാട് കെട്ടുകഥകൾ, ഒരുപാട് കളവുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ എത്തിപ്പെടുന്ന സത്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്ന സത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആഘോഷം ദീനിൽ സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല എന്നാണ്.
ഇങ്ങനൊരു ആഘോഷത്തിന് ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ബിദ്അത്തുകളെ നഖശിഖാന്തം നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, കൊറോണ ബാധിച്ച സന്ദർഭത്തിൽ ലോകമാകെ പ്രയാസത്തിലായി. ഒരാൾ പോലും പ്രയാസപ്പെടാതെ ഇല്ല. എല്ലാവരും വീടകങ്ങളിൽ തടച്ചിടപ്പെടുന്ന അവസ്ഥ, വല്ലാത്ത വിഷമം സൃഷ്ടിച്ച അവസ്ഥ. അതായത് ദുനിയാവിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നഷ്ടങ്ങളെല്ലാം നമ്മൾ വലിയ കണ്ണോടുകൂടിയാണ് കാണുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ടെൻഷൻ അടിക്കുകയും വല്ലാത്ത പ്രയാസം നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ദീന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, ദീന് പൂർത്തിയായി കഴിഞ്ഞു. ആ ദീനിലേക്ക് ഇല്ലാത്ത ഇബാദത്തുകൾ ചേർക്കപ്പെടുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് ഭൂരിഭാഗം വരുന്ന ഒരു സമൂഹം അതിന്റെ പിന്നിൽ പോകുമ്പോൾ ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന് സ്വാഭാവികമായ പ്രയാസം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്റെ ദീനിലേക്കാണ് ഈ പറയുന്ന ബിദ്അത്തുകൾ കടത്തിക്കൂട്ടപ്പെട്ടിട്ടുള്ളത്. എന്റെ ഒരു സംസാരം കൊണ്ടെങ്കിലും ആ ബിദ്അത്തിനെ എനിക്ക് എതിർക്കാൻ സാധിക്കണ്ടേ എന്നാണ് ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുക എന്ന്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ നിലക്ക് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണം. ഈ ബിദ്അത്ത് ജനങ്ങളെ കൊണ്ടെത്തിക്കുക നരകത്തിലേക്കാണ്. റസൂലിന്റെ സ്നേഹം എന്ന് പറഞ്ഞ് റസൂലിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മാർത്ഥമായി ചിന്തിക്കുക, ആത്മാർത്ഥമായി ആലോചിക്കുക. നമ്മളെ ഈ പറയുന്ന വിഭാഗം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കുക. ഈ സന്ദർഭത്തിലെല്ലാം നമ്മൾ ഏറെ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ വിഷയം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രപിതാക്കളായ ആളുകളെ എല്ലാം പിൻപറ്റേണ്ടത് എന്ന്. ചില ആളുകളോട് നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരെല്ലാം ഇത് ചെയ്ത ആളുകളാണ്, അവർ നരകത്തിലാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് ചില ആളുകൾ വാദിക്കുന്നത്. ആ വാദത്തെ വിശുദ്ധ ഖുർആൻ ഗണ്ണിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെ പറയുന്നത് അത് മുശ്രിക്കീങ്ങളുടെ ലക്ഷണമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക, യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. ബിദ്അത്തുകൾ വർഷങ്ങൾ തോറും പുതിയ ബിദ്അത്തുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അവിടെയെല്ലാം നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷാ കവചം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്, വസുന്നത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളാണ്. അത് രണ്ടും നമ്മൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ റസൂലിന്റെ സഹാബാക്കൾ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ബിദ്അത്തുകളെ എതിർക്കുകയും സുന്നത്തിനെ ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും